ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അപമാനിക്കപ്പെട്ടു എന്നുള്ള ഒരു ട്രോളുകളടക്കം വാർത്തകൾ വരുന്നുണ്ട്. ഷഹബാസ് ഷെരീഫ് ഒരറ്റത്ത് നിൽക്കുന്നു, മൈൻഡ് ചെയ്യാതെ നരേന്ദ്രമോദിയും പുടിനും കൂടി സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അതിൻ്റെ സ്റ്റിൽ ഇമേജുകളും വീഡിയോകളും ഒക്കെ വെളിയിൽ വന്നു. ട്രോളോടോ ട്രോളാണ്. ആകെ അപമാനിതരായി നിൽക്കുകയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ്. സത്യത്തിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ വീഡിയോ നമ്മുടെ നാഷണൽ ചാനലുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ വലിയ ചർച്ചകളൊക്കെ നടത്തുമ്പോഴൊക്കെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. കാണാതിരിക്കാൻ പറ്റില്ല. ഏത് പ്രേക്ഷകനും ഇത് കാണാതെ പോകാൻ പറ്റില്ല. കാരണം ഇത് വന്നുകൊണ്ടേയിരിക്കുമല്ലോ ഈ ദൃശ്യം. മോദിയും പുടിനും ഒക്കെ കൂടി വളരെ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂലയിൽ ഈ പാകിസ്ഥാൻ എന്നെഴുതിയ ഭാഗത്ത് വിഷണ്ണനായിട്ട് ഇരിക്കുകയാണ്. അത് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ചില ക്ലാസ്സുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോക്കൃത്തരമൊക്കെ കാണിച്ച് ഈ പയ്യന്മാരെ പിടിച്ചിട്ട് നീ ആ മൂലയിൽ പോയി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിരുത്തില്ലേ ചെവിക്കൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാളെ പോലെയാണ് ഈ ഷെരീഫ് ഇരിക്കുന്നത്. കാരണം മോദിയെ കാണുമ്പോൾ തന്നെ സി ജിൻപിങ് വരുന്നുണ്ട്. ഇന്നിപ്പോൾ SCO ഉച്ചകോടിക്ക് പുടിൻ വരുന്നത്, പുടിനും മോദിയും ഒരേ കാറിലാണ് വരുന്നത്. അപ്പോൾ 3 വൻശക്തികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് എന്ത് കാര്യമില്ലേ? മറ്റേ പൊന്നൊരുക്കുന്നിടത്ത് പുച്ചയ്ക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെ ഇയാളിങ്ങനെ മ്ലാനനും ഗ്ലാനിയിലും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്നത് കാണാം. അപ്പോൾ മോദി പുടിൻ ഇവരുടെ ഒരു വലിയ ഷോ ആണ് അത്. ഒന്നിച്ച് ആണ് ഇവർ മറ്റേ ഉച്ചകോടിക്ക് ടിയാൻജിനിൽ വരുന്നത്. കുശലം പറയുന്നു, ഹസ്തദാനം ചെയ്യുന്നു. മോദിയും പുടിനും ഷെരീഫിൻ്റെ അടുത്തുകൂടി നടക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. ഇരിക്കുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഇല്ലേ, ഗ്രൂപ്പ് ഫോട്ടോയിൽ തന്നെ മോദി ഇയാളുടെ അടുത്തൊന്നും ഇരിക്കില്ല. വളരെ ദൂരെ പോയിട്ട് നിന്നിട്ടാണ് ഈ കുടുംബ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോകുമ്പോൾ ചുമ്മാ നേരെ നോക്കി നിൽക്കുന്നത് കാണാം. ഈ ഷഹബാസ് ഷെരീഫ് മൊത്തത്തിൽ ഒതുക്കി ഷെരീഫിനെ. ഷീ ജിൻപിങ്ങും ഒതുക്കി. ഇടയ്ക്കൊക്കെ അവിടെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് വായ്പയൊക്കെ ചോദിച്ച് ബെയ്ജിങ്ങിലൊക്കെ നടക്കുന്ന ആളാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഷീ ജിൻപിങ് ഈ തിരുവോണമൊക്കെ അല്ലേ കാഴ്ചക്കൊലയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. കാഴ്ചക്കൊലയൊന്നും ഇല്ല താനും ഷെരീഫിൻ്റെ കയ്യിൽ. അപ്പോൾ സിയും ഒതുക്കി, ഇയാളെ കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം അവർ മറ്റേ ബലൂചിസ്ഥാനിൽ പോയിട്ട് ആകെ ഇടങ്ങേറായിട്ടിരിക്കുകയാണ് ചൈനയുടെ എഞ്ചിനീയർമാരെയൊക്കെ ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തകർ കൊല്ലും. പിന്നെ അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കി കൊടുത്തു ഗ്വാദാറിൽ തുറമുഖം ഉണ്ടാക്കി കൊടുത്തു. പ്രത്യേകിച്ച് ഗുണമില്ല. തുറമുഖത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഗ്വാദാറിൽ വലിയ വിമാനത്താവളം ഉണ്ടാക്കി കൊടുത്തു. അവിടെ യാത്രക്കാരില്ല, വിമാനങ്ങളില്ല. അപ്പോൾ ഒരു പ്രയോജനം, അത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ബലൂചിസ്ഥാൻ. പക്ഷെ അവിടെ പണി നടത്താൻ പറ്റില്ല. ഷെൽ എന്ന് പറഞ്ഞ എണ്ണ കമ്പനിയൊക്കെ അവിടുന്ന്, ആരാംകോ, ഇവരൊക്കെ അവിടുന്ന് ഓടിയതാണ് അവിടെ. അപ്പോൾ പറയത്തക്ക എണ്ണശേഖരവും ഇല്ല എന്ന് ആണ് നമ്മളിപ്പോൾ അറിയുന്ന വിവരം. അപ്പോൾ മോദിയും പുടിനും കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ കാണാം ഈ ഉച്ചകോടി സ്ഥലത്ത്. ഇയാളെ ആരും കെട്ടിപ്പിടിക്കാനില്ല, ഹസ്തദാനം ചെയ്യാനില്ല. ഇയാൾ ആരെങ്കിലും പോയി ഇയാൾക്കെന്നാൽ പിന്നെ ആർക്കെങ്കിലും ഹസ്തദാനം കൊടുക്കാമല്ലോ അല്ലേ? ഇയാൾക്ക് പോയിട്ട് ആരെങ്കിലും പിടിക്കാമല്ലോ. അങ്ങനെയും ബന്ധമുള്ള ഒരാളെ അവിടെ കാണുന്നില്ല. അപ്പോൾ ഷെരീഫ് ഏകനാണ് എന്ന് ഉള്ള അവസ്ഥയിൽ വന്നു. മോദി പുടിനൊപ്പം സിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മോദി പങ്കുവച്ചിട്ടുണ്ട് മറ്റേ എക്സിൽ. അതിൻ്റെ അകത്ത് എക്സ്ചേഞ്ചിങ് പെർസ്പെക്റ്റീവ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതിലൊന്നും ഇയാൾ കാണുന്നുമില്ല. പിന്നെ മോദിയുടെ പ്രസംഗത്തിൽ റീജിയണൽ സെക്യൂരിറ്റി, ഈ മേഖലയുടെ സുരക്ഷ, സഹകരണം, കണക്ടിവിറ്റി ഇല്ലേ, ഭീകരത തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ പാകിസ്ഥാനെ കുത്തി ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പുടിനുമായിട്ട് ഉഭയകക്ഷി ചർച്ച, അതും നമുക്ക് പരസ്യമായിട്ട് കാണാമായിരുന്നു. 2 പേരും സംസാരിക്കുന്നത് ഒക്കെ കാണാമായിരുന്നു. TV ലൈവായിരുന്നു. പുടിൻ ഇന്ത്യ ചൈന യുദ്ധം തീർക്കാനുള്ള യത്നങ്ങളെപ്പറ്റി സംസാരിച്ചു. അതുപോലെ നവാറോ ഉണ്ടല്ലോ, ഇത് മോദിയുടെ യുദ്ധമാണ്. പിന്നെ
മറ്റേ ബ്രാഹ്മണർ ആണ് എണ്ണ കൊണ്ട് പണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ നവാറോക്കെതിരെയും സംസാരിച്ചു പുടിൻ. മോദിയുടെ യുദ്ധം എന്ന് പറഞ്ഞ അയാൾക്കെതിരെയും സംസാരിച്ചു. അതുപോലെ നാറ്റോയും അമേരിക്കയും ആണ് ഈ യുദ്ധം ഉണ്ടാക്കിയത്. അതിൻ്റെ വേര് നാറ്റോയിലാണ്. ശരിയാണല്ലോ, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ യുദ്ധം ഉണ്ടായത്. അപ്പം നാറ്റോയും യൂറോപ്പും അമേരിക്കയും കൂടി ഉണ്ടാക്കിയ യുദ്ധമാണ്, അല്ലാതെ ഇതിൽ മോദിക്ക് പങ്കൊന്നുമില്ല. നമ്മൾ യുദ്ധം തുടങ്ങിയ പിന്നെയല്ലേ നമ്മൾ എണ്ണ വാങ്ങുന്നത്. അതിനു മുമ്പ് 1% വാങ്ങിച്ചിരുന്നത്. ഇപ്പോഴല്ലേ ഇത് 40% ആയി വരുന്നത്. അപ്പോൾ നവാരോ പറഞ്ഞത് ന്യൂഡൽഹി വഴിയാണ് സമാധാനത്തിൻ്റെ ഭാഗികമായ പാത എന്നാണ് പറഞ്ഞത്. അപ്പോൾ മോദി ധീരമായിട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടിസ്ഥാന സൗകര്യ പദ്ധതിയില്ലേ, നമ്മുടെ POK കൂടിയാണ് അത് കടന്നു പോകുന്നത്. അതിനെയും ഈ ടിയാൻജിനിൽ ചൈനയിൽ തന്നെ ഇരുന്നിട്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് BRI പദ്ധതിയെയും മോദി വിമർശിച്ചു മോദിയുടെ പ്രസംഗത്തിൽ. മാത്രമല്ല, ചൈനയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ നിന്നാണ് മോദി ചൈനയിലേക്ക് പോയത്. അപ്പം നമ്മുടെ അജണ്ട വളരെ കൃത്യമാണ്. നമ്മൾ പരസ്പരമൊക്കെ കച്ചവടം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യോജിക്കാം എന്ന് പറയുന്ന ഒരു നയതന്ത്രമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് $100 ബില്യൺ കമ്മിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കമ്മി നികത്തേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കച്ചവടം തുടരേണ്ട കാര്യമുണ്ട്. ഇനി ഈ ശീതസമരത്തിലൊന്നും വലിയ കഥയില്ല. പിന്നെ റഷ്യയും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാർ വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള വിക്ടറി പരേഡ് പുടിനും പങ്കെടുക്കുന്നുണ്ട്. ഷഹബാസ് ഷെറീഫും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഷഹബാസ് ഷെറീഫിന് അവിടെയും വലിയ റോൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? 26 രാഷ്ട്ര തലവന്മാരിൽ ഒരാളായിട്ടല്ലേ അയാൾ നിൽക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഷഹബാസ് ഷെറീഫിൻ്റെ കൂടെ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടല്ലേ മോദി അതിൽ പങ്കെടുക്കാത്തത്. മാത്രമല്ല, നേരത്തെ മുനീറിൻ്റെ കൂടെ ഉച്ചയൂണിന് മോദിയെ വിളിച്ചപ്പോൾ മോദി പോയില്ലല്ലോ. മോദി ഇപ്പോൾ ട്രംപ് ഫോൺ വിളിച്ചാലും എടുക്കുന്നുമില്ലല്ലോ. ഇത് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ മൊത്തത്തിൽ പാകിസ്ഥാനെ വായ്പയൊക്കെ കൊടുത്തും ആയുധം കൊടുത്തുമൊക്കെ നിലനിർത്തിയിരുന്ന ആ ആയുധങ്ങളൊക്കെ പൊട്ടയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് തെളിഞ്ഞാണല്ലോ. അപ്പം നമ്മളോട് കുറച്ച് ബഹുമാനം കൂടിയിട്ടുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ചൈനയും ഈ ഷഹബാസ് ഷെറീഫിനെ തഴഞ്ഞതായിട്ടാണ് മൊത്തത്തിൽ ആ ഉച്ചകോടി സ്ഥലത്ത്. അല്ലെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോക്ലേറ്റൊക്കെ കൊടുക്കാവുന്നതായിരുന്നു. സി ജിൻപിങ് പോലും ഷെറീഫിന് അത് കൊടുത്തില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് പലതരത്തിൽ അമേരിക്ക മുനീറിനെ വിളിച്ച് ബിരിയാണിയൊക്കെ കൊടുത്തല്ലേ. അപ്പോൾ നമ്മൾ മറ്റേ ഷഹബാസ് ഷെറീഫിനെ മൈൻഡ് ചെയ്യാതെ എന്നൊക്കെ നമ്മൾ ശത്രുക്കളിലൊക്കെ കണ്ടാലും ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ. ഇതുപോലും മോദി ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സ്നബ് ചെയ്തു ഷെറീഫിനെ. സിയുടെയും പുടിൻ്റെയും സാന്നിധ്യത്തിൽ മോദി ശരിയാക്കി ഷെറീഫിനെ. ഇതാണ് നമ്മൾ ആ ഉച്ചകോടി സ്ഥലത്ത് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.